ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപേസ് പാണക്കാട്. സോ നമ്മുടെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ട്രേഡിങ് ഒരിക്കലും നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലല്ല. നമുക്ക് മിസ്റ്റേക്കുകൾ വന്നാലും നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു റിയാലിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരു ചെറിയ ഗോള് വെച്ചിട്ടല്ല ഒരിക്കലും മുന്നോട്ട് പോകുന്നത് അല്ലേ. നമ്മളെല്ലാവരും ഇപ്പം നിങ്ങളുടെ പല ആളുകളും ആഗ്രഹിക്കുന്നത് എന്താവും, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 500 rupees ഈച്ച് ആൻഡ് എവറി ഡേ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും ഇപ്പം നിങ്ങളുടെ ലക്ഷ്യം. ബട്ട് നിങ്ങളുടെ ആരുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് 500 5,000 50,000 ഒന്നുമല്ല. ഒരു ദിവസം ഇത്രയൊന്നും എമൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതൊന്നുമല്ല നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഇതിലും വലിയ ലാക്സുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം എഫേർട്ട് നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കണം, അത്രത്തോളം നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. സോ ഇതിന് മുമ്പ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതായത് സെയിം ഡേ തന്നെയാണ് ഞാൻ റെക്കോർഡ് ചെയ്തത്. ബട്ട് ഈ ഒരു വീഡിയോ ഞാൻ നാളെ ആയിരിക്കും പോസ്റ്റ് ചെയ്തത്, അതായത് ഞായറാഴ്ച ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്, ശനിയാഴ്ച ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്കിനെ മാത്രം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിങ് 110% എനിക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ ട്രേഡിങ് നിങ്ങളിപ്പോൾ ഉദ്ദേശിച്ചത് എന്താണോ അതിലും വലിയൊരു ലെവലിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഞാൻ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾ ആ ഒരു വീഡിയോസ് വാച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രോപ്പർ ട്രേഡർ ആവാനുള്ള അറിവ് അതിനകത്ത് തന്നെ കിട്ടും എന്നുള്ളതാണ്. സോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, മിസ്റ്റേക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. മനുഷ്യന്മാരാണ്, മിസ്റ്റേക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. എഗെയിൻ ആൻഡ് എഗെയിൻ മിസ്റ്റേക്കുകൾ വരും. ഈ പറയുന്ന ഞാനടക്കം ഈച്ച് ആൻഡ് എവറി ഡേ മിസ്റ്റേക്കുകൾ വന്നുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ്, വരുത്തുന്നുണ്ട്. സോ ഇത് ഒരു ട്രേഡർ ഫേസ് ചെയ്യേണ്ട കാര്യമാണ്. സോ മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ ഓക്കെ, എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നതിന് പകരം ഓക്കെ, ഇനി ഈ മിസ്റ്റേക്കിനെ ഞാൻ ഇനി ഒരിക്കലും വരുത്തില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ അപ്രോച്ചുകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ആൻഡ് എപ്പോഴും എല്ലാ വീഡിയോയിലും കുറച്ച് സമയം മുന്നേ ഈ കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കഥ കേൾക്കാനായിട്ട്, ഈ ഒരു സൈക്കോളജി ടോപ്പിക്ക് കേൾക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചിട്ട് മാർക്കറ്റിൽ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം നിങ്ങളുടെ പല ആളുകളും സ്വന്തമായിട്ട് മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന ആളുകളാണ്. അത് ചെയ്ത് നോക്കിയതിന് ശേഷം ഈ വീഡിയോ കണ്ടിട്ട് അതിനകത്തുള്ള ലെവൽസ് ഒത്തു നോക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരുപാട് ദിവസമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകൾ. അവർക്ക് ഓൾറെഡി മാർക്കറ്റ് അനാലിസിസ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ലെവൽ എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയുന്ന ആൾക്കാരാണ്. സോ അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു മുമ്പേ പറയുന്ന കഥ കേൾക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ മാറ്റങ്ങൾ നമുക്ക് എന്തായാലും വരും. ഒരു കാര്യം എഗെയിൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. സോ നാളത്തേക്ക് എന്ത് എന്ന് നോക്കുമ്പോൾ നമ്മളൊരു പുതിയൊരു വീക്കിലേക്ക് പോവുകയാണ്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഓൾ ടൈം ഹൈയിലേക്ക് എത്തുന്നു മാർക്കറ്റ്, അവിടുന്ന് ഷാർപ്പായിട്ട് താഴത്തേക്ക് തന്നെ വീഴുന്നു. ആൻഡ് ബാങ്ക് നിഫ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്ക് എത്താൻ പറ്റുന്നുമില്ല. സ്മോൾ ക്യാപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ മാർക്കറ്റ് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലിലാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഏകദേശം 46,000 എന്നുള്ള ലെവലിന്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട്. സോ അത് തന്നെയാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ടും വരുന്നത്. സോ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചാർട്ടിൽ നോക്കാനുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാനുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ 15-minute ടൈം ഫ്രെയിം വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ടിലാണ്. നമുക്ക് ഫസ്റ്റ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ആയി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ലെറ്റ്സ് ഞാനിപ്പോൾ ഇവിടുന്നാണ് ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു സ്ക്യൂസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ വീക്കിലി ടൈം ഫ്രെയിമിലൊക്കെ ഇങ്ങനെ ഒരു പാറ്റേൺ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രോബബിലിറ്റി, അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ താഴത്തേക്ക് വരാനുള്ള പ്രോബബിലിറ്റി വെരി ഹൈ ആണ്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുന്ന് റേഞ്ച് സ്ക്യൂസ് ആയി വരുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴൊക്കെ റേഞ്ച് സ്ക്യൂസ് ആയി വന്നിട്ടുണ്ടോ അവിടെ മാർക്കറ്റിൽ ഒരു ഫോൾ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. ഓഫ് കോഴ്സ് നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ചെറിയൊരു കറക്ഷൻ മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു ലെവലിൽ നിന്ന് ചെറിയൊരു കറക്ഷൻ പെൻഡിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രൈസ് ആക്ഷൻ പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ചാർട്ട് വെച്ചാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അവിടെ ഒരു കറക്ഷൻ പെൻഡിങ്ങുകളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു പോയിന്റ് നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവണം, ചാർട്ടിൽ ഉണ്ടാവണം. കാരണം പ്രീവിയസ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു പോയിന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിന് പ്രീവിയസ്ലി എന്താണോ സംഭവിച്ചുള്ളത് അത് വെച്ചിട്ടാണ് പ്രൈസിനെ നമ്മൾ വായിക്കുന്നത്, പ്രൈസ് ആക്ഷൻ പ്രകാരം. സോ ഇവിടെയൊക്കെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടുന്ന് ഞാനൊരു വെഡ്ജ് സ്ക്യൂസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇങ്ങനെ എനിക്ക് സ്ക്യൂസിങ് പാറ്റേൺ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിനൊരു ബ്രേക്ക് ഡൗണും കാണുന്നുണ്ട്. അതിന് താഴത്തേക്കുള്ള ഒരു മൊമെന്റം കാണാൻ പറ്റുന്നുണ്ട്. എഗെയിൻ ഇവിടുന്ന് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കോൺട്രർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ ഒരു സ്ക്യൂസ് പാറ്റേൺ കാണുന്നുണ്ട്. അതിന് എന്തായിട്ടുണ്ട്, ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്, മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് അല്ലേ. പ്രൈസിനെ വായിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രീവിയസ്ലിയുള്ള ചാർട്ടിലുള്ള എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ ഇവിടെയും എന്തായിട്ടുണ്ട്, ഒരു സ്ക്യൂസിങ് പാറ്റേൺ ഉണ്ടായിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് വന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്. സോ അത് വർക്ക് ആവുന്ന പാറ്റേൺ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രോബബിലിറ്റി ഉണ്ട് ഇങ്ങനെ സംഭവിക്കാനുള്ളത്. സോ ആ ഒരു ലെവലിൽ നിങ്ങൾ ചാർട്ടിൽ വാച്ച് ചെയ്യണം. ഹയർ ടൈം ഫ്രെയിമിൽ ഉണ്ടാകുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രോബബിലിറ്റി വെരി ഹൈ ആണ് എന്നുള്ളതാണ്. ആൻഡ് ഇനി വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു 3 വീക്കിന് ശേഷം, അതായത് ഇവിടെ 4 വീക്കിന് ശേഷം ഇവിടെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ. സോ ഇത് ഒരു എന്താ പറയുക, സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ്, അതായത് 48,000 എന്ന് പറയുന്നത് സെല്ലർ ഓൾറെഡി എന്തായിട്ടുണ്ട്, ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്, അവരുടെ ടെറിട്ടറിയാണ്. പ്രീവിയസ്ലി ഇവിടെ എത്തിയപ്പോഴും അവിടെ നിന്നാണ് ഒരു ഫോളോ വന്നിട്ടുള്ളത്. എഗെയിൻ ഈ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്നാണ് ഒരു ഫോളോ വന്നിട്ടുള്ളത്. സോ നമുക്ക് കണ്ടിന്യൂഷൻ മൊമെന്റം കിട്ടണം എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ സ്ട്രോങ് ബുള്ളിഷ് മൊമെന്റം കിട്ടണം എന്നുണ്ടെങ്കിൽ 48,000 എന്നുള്ള ലെവലിന്റെ മുകളിൽ മാത്രമേ നമുക്ക് സൂപ്പർ ബുള്ളിഷ് ആവാൻ പറ്റുകയുള്ളൂ ചാർട്ടിൽ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ടൈം ഫ്രെയിമിൽ നിന്ന് കുറച്ചിട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കാണാൻ വരുന്ന കാര്യം എന്താണ്, 1 സെക്കൻഡ്. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണ്, ഇവിടെ ഉള്ള ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു ലെവൽ എന്ന് പറയുന്ന ലെവൽ ഏതാ വരുന്നത്, ഏകദേശം 46,000 എന്നുള്ള ലെവൽ അല്ലേ. സോ 46,000 തൊട്ട് മുകളിലാണ് ഇവിടുന്ന് മാർക്കറ്റ് ഫോളോ ആയിട്ടുള്ളത്. ഇതൊക്കെ ട്രാപ്പ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ ലാസ്റ്റ് സപ്പോർട്ട് എടുത്തുള്ള പോയിന്റ് ഇതാണ്. സോ നമുക്ക് ചാർട്ടിൽ ക്രൂഷ്യൽ ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 46,000 ആണ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ എനിക്ക് ക്രൂഷ്യൽ ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ്. വൺസ് മാർക്കറ്റ് ഇതിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 45,000 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചാൻസസ് ആർ വെരി ഹൈ എന്നുള്ളതാണ്. സോ മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ 1000 പോയിന്റ് വീഴുക എന്നുള്ളതൊന്നുമല്ല. ഒരു ദിവസം കൊണ്ട് 1000 പോയിന്റ് 2000 പോയിന്റോ വീഴല് എന്താ പറയുക, അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ നടക്കാത്ത ഒരു കാര്യമൊന്നുമല്ല. ബാങ്കിനെ സംബന്ധിച്ച് സിമ്പിൾ ആണ് പരിപാടി. സോ സാധ്യതയുണ്ട് 46,000 താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. സോ ഇനി അവിടുന്ന് വീണ്ടും ഞാൻ ഹവർലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹവർലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് ക്രൂഷ്യൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഏതാണ്, ഈ ഒരു ലെവലാണ്. അതായത് മാർക്കറ്റ് നിൽക്കുന്ന 46,350 എന്ന് പറഞ്ഞ ഈ ഒരു ലോവസ്റ്റ് ലെവലാണ്. സോ ആ ഒരു ലെവലത്തിനെയാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്, 46,350 എന്ന് പറഞ്ഞ ലെവൽ. സോ 46,350 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. എന്തുകൊണ്ട് 46,350 എന്ന് ചോദിച്ചാൽ ഇതിന് ഒരുപാട് ഉത്തരവൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാലും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് പ്രീവിയസ്ലി ഹവർലി ടൈം ഫ്രെയിം ചാർട്ടിൽ മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ഈ ഒരു പോയിന്റിലാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ആൻഡ് മാർക്കറ്റ് വന്ന് നിന്നിട്ടുള്ളതും ഈ ഒരു പോയിന്റിലാണ്. ആൻഡ് ഈ ഒരു പോയിന്റിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 46,000 എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ദൂരെയുള്ള കാര്യമൊന്നുമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കാം. സോ നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് പോയിന്റ് ആയിട്ട് മാർക്കറ്റിൽ വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 46,000 എന്നുള്ളതാണ്. 46,350 എന്നുള്ളതാണ്. 46,350യുടെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ താഴത്തേക്കുള്ള ഒരു മൊമെന്റം ഇൻടാക്ട് ആണ്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് 46,700 എന്നുള്ളതാണ്. 46,700 680 700 എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം. 700 തന്നെ നമുക്ക് എടുക്കാം. സോ ഈ ഒരു 2 ലെവലിനെ വാച്ച് ചെയ്യാം ഇൻട്രാഡേയിലേക്ക്. ഐ നോ ഇതൊരു ചെറിയ ഒരു വലിയ പോയിന്റ് തന്നെയാണ് വരുന്നത്. ബട്ട് നമുക്ക് ഡയറക്ഷണൽ ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ താഴത്തേക്കോ മുകളിലേക്കോ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്താൽ മാത്രമേ, ഇൻ ദ സെൻസ് പ്രോപ്പറായിട്ട് ഈ ഒരു ലെവലിന്റെ താഴെയോ മുകളിലോ വന്നാൽ മാത്രമേ നമുക്ക് ഡയറക്ഷണൽ വ്യൂ ഉണ്ടാവുകയുള്ളൂ. ഇവിടുന്ന് മാർക്കറ്റ് താഴെ വന്നു, ഇവിടെ ബയേഴ്സ് ആക്റ്റീവായി. എഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് വരാൻ നോക്കി, ഇവിടുന്ന് വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവായി. സോ ഇവിടെ സെല്ലേഴ്സ് ഐഡന്റിഫൈ ചെയ്ത പോയിന്റ് ആണ്, ഇത് ബയേഴ്സ് ഐഡന്റിഫൈ ചെയ്ത പോയിന്റ് ആണ്. ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വോളറ്റിലിറ്റി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതൊരു സൈഡ് വൈസ് റേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ഉള്ളിൽ ട്രേഡുകൾ നമ്മുടെ സെറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു എന്താ പറയാ ട്രേഡ് ചെയ്യാൻ പറ്റാത്ത ഏരിയ എന്നുള്ളതല്ല പറഞ്ഞത്. ഇതൊരു സ്കാൽപ്പിംഗ് ട്രേഡ് എന്നുള്ള രീതിയിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക. SLനെ സ്ട്രിക്റ്റ് ആയിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുപോവുക. ചെറിയ ചെറിയ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യുക. ഇൻട്രാഡേയിൽ മൊമെന്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ സെറ്റപ്പിൽ വരുന്ന മൊമെന്റങ്ങളാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ പോയിന്റിന് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
നല്ല ട്രേഡുകൾ വരണമെന്നുണ്ടെങ്കിൽ 700 ആൻഡ് അതുപോലെ തന്നെ 350 ഈ ഒരു രണ്ട് റേഞ്ചിന്റെ താഴത്തേക്കും മുകളിലേക്കായിരിക്കും നല്ല ട്രേഡുകൾ നമുക്ക് ഉണ്ടാവുക. ഇനി എന്താണ് ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ടാർഗറ്റുകൾ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 850 എന്നുള്ള പോയിന്റ് ആണ്. ഫസ്റ്റ് ലെവലായിട്ട് 850 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. 850 അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് 850 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. ആൻഡ് അതിനുശേഷം നമുക്ക് 47,000 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആൻഡ് ബിഗർ ബ്രേക്ക് ഔട്ടും നല്ല ഡയറക്ഷണൽ മൊമെന്റവും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 47,200 എന്നുള്ള ലെവലിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു മൊമെന്റം കാണാൻ പറ്റും. ഡയറക്ഷണൽ വ്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. ലാസ്റ്റ് സെല്ലേഴ്സ് ഐഡന്റിഫൈ ചെയ്ത പോയിന്റ് ഇതാണ്. ഇവിടുന്നാണ് സെൽ ഓഫ് വന്നിട്ടുള്ളത്. ഇനി മാർക്കറ്റിൽ മൊമെന്റം വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. വാട്ട് ഇഫ് മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലോ? മാർക്കറ്റ് 46,350 എന്നുള്ള ലെവലിനെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 46,150 എന്നുള്ള ലെവൽ തന്നെയായിരിക്കും. 46,150. 46,150യുടെ താഴെയായിട്ട് 46,000 എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. 46,000നും ആൻഡ് അതുപോലെ തന്നെ 46,000 എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ 45,800 എന്നുള്ള ലെവലിന്റെ താഴെയായിട്ടും മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ നല്ലൊരു ഡൗൺ മൂവ് നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ടൈമിലേക്കുള്ള നമ്മളുടെ വ്യൂവിനെ നെഗറ്റീവ് സൈഡിലേക്ക് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ്. ഇനി എന്താണ് നിഫ്റ്റിയിൽ ഞാൻ നാളത്തേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വാട്ട് ഇഫ് മാർക്കറ്റ് നാളെ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ നാളെ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം ഇത് സെല്ലേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു വോൾട്ടാലിറ്റിയും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബട്ട് ആ സമയത്ത് ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മൊമെന്റം സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നതും ഹൈ തന്നെയാണ്. കാരണം ഓവറോൾ ഇവിടെ സെല്ലേഴ്സ് ഉണ്ട്. ലൈക്ക് ഈ ഒരു പോയിന്റിൽ സെല്ലേഴ്സ് പുതിയ സെല്ലേഴ്സ് ആയിട്ടും ആക്റ്റീവ് ആയിട്ടുണ്ടാവും. അവർ ഇവിടെ റേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ പുതിയ ന്യൂ സെല്ലേഴ്സും ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ആയി കഴിഞ്ഞാലും എഗെയിൻ ഒരു മൊമെന്റം ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ 46,000 മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം. ഗ്യാപ്പ് ഡൗൺ ഉണ്ടായാലും 46,000 പിന്നെ ചെറിയൊരു സപ്പോർട്ട് മാർക്കറ്റ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എടുത്തിട്ട് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള സമയത്ത് അതൊരു സൈഡ് വൈസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നതും വെരി ഹൈ ആണ്. കാരണം ഈ ഒരു പോയിന്റിൽ സെല്ലേഴ്സ് പുതുതായിട്ട് ആക്റ്റീവ് ആവും. കാരണം നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ പോകുന്നത് ഈ ഒരു പോയിന്റ് ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 46,500 ഈ ഒരു റേഞ്ചും അതുപോലെ തന്നെ 46,000 ഈ ഒരു പിന്നെ 500 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അടുത്ത എക്സ്പയറിയിലേക്ക് ഒരു ക്രൂഷ്യൽ പോയിന്റ് ആയിട്ട് വരും. ഈ ഒരു റേഞ്ചിലൊക്കെ സെല്ലേഴ്സ് ആക്റ്റീവ് ആവും. സ്ട്രാറ്റജി ബേസ്ഡ് പിന്നെ ട്രേഡ് അവരവിടെ ഡിപ്ലോയ് ചെയ്യും എന്നുള്ളതാണ്. ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഞാൻ ആദ്യം ഈ ഒരു ചാർട്ടിനെ ഒന്ന് ഹൈഡ് ചെയ്യാം. വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്ക്ലി അനാലിസിന്റെ വീഡിയോയിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ആ ഒരു സെയിം പോയിന്റ് തന്നെയാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള സെയിം പോയിന്റ് തന്നെയാണ്. നിങ്ങൾക്കിത് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെയായിട്ട് ഞാനത് ഇതിനകത്ത് ഈ ഒരു പാറ്റേൺ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റിൽ ക്ലീൻ ആയിട്ട് താഴത്തേക്കുള്ള ഒരു മൊമെന്റം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സിനാരിയോ പറഞ്ഞതായിട്ട് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താഴെ ആദ്യമായിട്ട് കാണാൻ വരുന്നവർക്ക് മനസ്സിലായിക്കോളും, ഓക്കെ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ എത്രത്തോളം പ്രോബിലിറ്റി ഉണ്ട്, നമ്മൾ പ്രീവിയസ്ലി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ആൻഡ് വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 വീക്കിലെ അല്ലെങ്കിൽ 3 വീക്കിലെ ബൈയിങ് പവറിനെ ഏകദേശം ഡൊമിനന്റ് ആയിട്ടുള്ള പിന്നെ രീതിയിൽ നമ്മൾ എന്തായിട്ടുണ്ട് സെല്ലേഴ്സ് ഓവർ പവർ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ സെല്ലേഴ്സിന്റെ ഒരു ഇൻടാക്ട് വ്യൂ നമുക്ക് അല്ലെങ്കിൽ സ്ട്രോങ് പ്രസൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എന്താണ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഈ ഒരു ചാർട്ടിൽ സിമ്പിൾ ആയിട്ട് ഞാൻ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ് എന്നുള്ളതാണ്. ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിലെ ലോ ആണ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ ലാസ്റ്റ് ക്യാൻഡിലെ ലോ എന്ന് പറയുന്നു? ഇവിടെ മാർക്കറ്റ് ഓക്കെ ഇവിടെ മാർക്കറ്റ് ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിന്റെ ഉള്ളിൽ 2 ഇൻസൈഡ് ബാർ കാൻഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. സോ ഇൻസൈഡ് ബാർ കാൻഡിൽസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെയായിട്ട് SL വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. ആൻഡ് അത് മാത്രമല്ല ഈ ഒരു റേഞ്ചിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു റേഞ്ചിന്റെ ലെവൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് വന്ന് നിൽക്കുന്നത് ഏകദേശം ഇൻ ദ സെൻസ് 22,000 താഴെ ആയിട്ടാണെന്നുള്ളതാണ്. സോ ഈ ഒരു ക്യാൻഡിലെ ലോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോയിന്റ് ആണ്. സോ ഞാൻ ആ ഒരു ലെവലിനെ തന്നെയാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യുന്നത്. സോ 1 സെക്കൻഡ് ഞാൻ ഈ ഒരു ലെവലിനെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. സോ ഈ ഒരു ലെവലിനെ തന്നെയാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റിനെ. ഓക്കെ
വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 21,900 എന്നുള്ള പോയിന്റാണ്. സോ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് വരേണ്ടതുണ്ട്. ആ ഒരു ലെവലിന്റെ താഴെ വന്നാൽ മാത്രമേ സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗണുകൾ നമുക്ക് വരുള്ളൂ. 21,910 എന്നുള്ള ലെവലിന്റെ താഴെ വന്നാൽ സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്, നാളത്തെ ഇൻട്രാഡേ ട്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് വാച്ച് ചെയ്യേണ്ടത് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് ഞാൻ ക്ലിയർ ആയിട്ട് എടുക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, അതായത് 21,975 എന്നുള്ള ലെവലിനെ 21,975 ആൻഡ് അതുപോലെ തന്നെ അപ്പോ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 2250 എന്നുള്ള ലെവലുമാണ്. ഈ ഒരു രണ്ട് റേഞ്ചിലാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ചെറിയൊരു മൊമെന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പോയിന്റിലൊക്കെ ആയിട്ട് സെല്ലേഴ്സ് ആക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ചെറിയ മൊമെന്റം ആയിരിക്കും. അഗ്രസീവ് ആയിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. ആൻഡ് അതുപോലെ തന്നെ ഇതിനെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവല് സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് ഇതിന്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രാപ്പ് മൊമെന്റിലുള്ള സാധ്യതയുണ്ട്. ബട്ട് മാർക്കറ്റിൽ ഈ ഒരു ലെവലിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 21,900 എന്നുള്ള ലെവലിലേക്ക് പ്രോപ്പറായിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും. സ്ട്രിക്റ്റ് ആയിട്ട് SL വെച്ചിട്ട് ഈ ഒരു ലെവൽ വരെയുള്ള ടാർഗറ്റിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഫെർദർ മൊമെന്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഫെർദർ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് മൊമെന്റം നമുക്ക് കിട്ടുള്ളൂ. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. വാട്ട് ഇഫ് മാർക്കറ്റിൽ ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 900 എന്നുള്ള ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് 850 എന്നുള്ള ലെവലിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് മാർക്കറ്റ്. സോ 850 നമുക്ക് വാച്ച് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ വാട്ട് ഇഫ് മാർക്കറ്റ് മുകളിലേക്കാണ് ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുന്നതുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് 22,120 എന്നുള്ള ലെവലായിട്ട് വരും. ആൻഡ് അതിന്റെ മുകളിലേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 22,200 എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ എല്ലാം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ ഓർ ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഇനീഷ്യലി ഉണ്ടാവുന്നതെങ്കിൽ 21,900 എന്നുള്ള റേഞ്ച് ക്രൂഷ്യലായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് കുറച്ച് സമയം നിന്നിട്ട് ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫെർദർ നല്ലൊരു ഫോളോ അപ്പ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ആണ് ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അഗെയിൻ ഈ ഒരു റേഞ്ച് സ്ട്രോങ്ങസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വോളറ്റാലിറ്റി നമുക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും ആ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇനി എന്താണ് നമ്മളുടെ നാളത്തെ എക്സ്പയറി നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ആസ് ഓഫ് നമ്മൾ മുകളിലേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് 10,540 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഓൺ ദ അപ്പർ സൈഡ് ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 10,420 എന്നുള്ള പോയിന്റ് ആണ്. ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക. ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ താഴെയായിട്ടായിരിക്കും നമുക്ക് മൊമെന്റം ഉണ്ടാവുക. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഹെവി വെയിറ്റ് സ്റ്റോക്ക് HDFCയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി വരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ട്രെൻഡ് ലൈനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ആ ഒരു ട്രെൻഡ് ലൈനെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ 1445 എന്നുള്ള ലെവലിനെ തന്നെ വാച്ച് ചെയ്യുക. 1445 താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ICICI ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ 1075 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 1075 താഴെയാണോ മുകളിലാണോ എന്നുള്ള രീതിയിലായിരിക്കണം ആക്ഷൻ ഉണ്ടാവേണ്ടത്. 1075 താഴെയാണെന്നുണ്ടെങ്കിൽ വീക്ക് എന്നുള്ളതല്ല, അഗെയിൻ മാർക്കറ്റിന് ഈ ഒരു റേഞ്ചിലൊക്കെ സപ്പോർട്ട് വരാനുണ്ട്. 1068 എന്നുള്ള ലെവലിലൊക്കെ സപ്പോർട്ട് വരാനുണ്ട്. ബട്ട് ചെറിയൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് ഈ ഒരു റേഞ്ചിൽ കാണാൻ പറ്റും, ഈ ഒരു റേഞ്ച് വരെയുള്ള. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ 1055 തന്നെയാണ്. 1055 മുകളിൽ വന്നു കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്ക് ഒരു മൊമെന്റം ഉണ്ടാവും. താഴെയാണ് നിൽക്കുന്നതെങ്കിൽ അഗെയിൻ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് താഴത്തേക്ക് കറക്റ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ എന്താണ് വാച്ച് ചെയ്യേണ്ടത്? 1720 എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽ. 1720 താഴെ വന്നു കഴിഞ്ഞാൽ അഗെയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഇൻഫീൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ഒരു ഫ്ലാഗ് ആൻഡ് പോൾ ഇൻവേർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ മാർക്കറ്റ് താഴത്തേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പോയിന്റിലായിട്ട് മാർക്കറ്റിന് സപ്പോർട്ട് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് ഈ ഒരു പോയിന്റിലായിട്ട് മാർക്കറ്റിന് സപ്പോർട്ട് വരുന്നുണ്ട്. ബട്ട് ഇതിനെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക്, അതായത് 1560 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സ്ലോ ആൻഡ് സ്റ്റഡി. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ എന്താണ് TCS നിയറസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് ലെവലല്ല. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സംഗതി ഒന്നുമില്ല. ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പോയിന്റ് മുതൽ, അതായത് ഇവിടെ ലൈക്ക് നമ്മൾ ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2022 മുതൽ
ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത്ര ഭയങ്കര സൂപ്പർ സ്ട്രോങ് എന്നുള്ളതൊന്നുമല്ല. ബട്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു മൊമെന്റം മുകളിലേക്ക് ഉണ്ടാവും. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് സെൽ ഓഫ് വരണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മിനിമം നമുക്ക് ഈ ഒരു ലെവലിന്റെ താഴെയെങ്കിലും 4180 എന്നുള്ള ലെവലിന്റെ താഴെയെങ്കിലും വന്നാൽ മാത്രമേ ഒരു ഡയറക്ഷണൽ താഴത്തേക്കുള്ള ഒരു മൊമെന്റം ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എന്താണ് റിലയൻസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? ഓഫ് കോഴ്സ് നമ്മൾ 2855 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 2855 താഴെ നിൽക്കുന്നിടത്തോളം സമയം നമുക്ക് നെഗറ്റീവ് സെന്റിമെന്റിൽ തന്നെയാണ് റിലയൻസ് ഉള്ളത്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കഴിഞ്ഞതിന് മുമ്പ് ചെയ്ത ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ആ ഒരു വീഡിയോ കാണുക, പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.